ധനപ്രതിസന്ധിക്കിടെ ഓഫീസ് മുറി അറ്റകുറ്റപ്പണിക്ക് ലക്ഷങ്ങൾ. ധനകാര്യ സെക്രട്ടറിയുടെ ഓഫീസ് അറ്റകുറ്റപ്പണിക്ക് 10 ലക്ഷം രൂപ അനുവദിച്ച ഉത്തരവ്. തുക അനുവദിച്ചത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി. സെക്രട്ടേറിയറ്റിലെ 377 നമ്പർ മുറിയിലാണ് അറ്റകുറ്റപ്പണി. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ തന്നെ ചേരുന്നുണ്ട്. പ്രജിത്ത്, വലിയ ധനപ്രതിസന്ധിയാണ് എപ്പോഴും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഓഫീസ് മുറി അറ്റകുറ്റപ്പണിക്കാണ് ലക്ഷങ്ങൾ ചിലവഴിക്കാനായി അനുമതി കിട്ടിയിരിക്കുന്നത്. അതും ധനകാര്യ സെക്രട്ടറിയുടെ ഓഫീസിന്റെ അറ്റകുറ്റപ്പണിക്കായി 10 ലക്ഷം രൂപയാണ് അനുവദിച്ചുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, ഒരു കാര്യം പറയേണ്ടതുണ്ട്. ആശാ വർക്കേഴ്സിന് അധികമായി തുക നൽകാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. സംസ്ഥാനത്ത് പല പദ്ധതികളും നടപ്പിലാക്കുന്നതിൽ എല്ലാ സാമ്പത്തിക വർഷവും 50 വർഷത്തോളം പദ്ധതി വെട്ടിച്ച് കുറയ്ക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു. 2025 നവംബർ വരെ വിവിധ വകുപ്പുകൾക്ക് സ്വന്തമായി ഏതെങ്കിലും രീതിയിൽ ഫർണിച്ചറുകൾ വാങ്ങുന്നതിനോ വാഹനങ്ങൾ വാങ്ങുന്നതിനോ ഓഫീസുകൾ മോടി പിടിപ്പിക്കുന്നതിനോ ഉള്ള നിയന്ത്രണം അത് ധനവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർശന നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് പക്ഷേ തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കെല്ലാം ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി. അത് ഓഫീസ് മോടി പിടിപ്പിക്കുന്നതാണെങ്കിലും ശരി, ധനവകുപ്പിൽ വാഹനങ്ങൾ വാങ്ങുന്നതിനാണെങ്കിലും ശരി, എല്ലാത്തിനും അധികമായി തുക അനുവദിക്കാൻ ധനവകുപ്പിന് യാതൊരു മടിയുമില്ല എന്നുള്ളത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ ആദ്യം 77 ലക്ഷവും പിന്നീട് 72 ലക്ഷവും ധനവകുപ്പിൽ വാഹനങ്ങൾ വാങ്ങാൻ അനുവദിച്ചൊരു വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. അന്നും ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് നൽകിയത്. പല ധനവകുപ്പിലേക്ക് പല മറ്റു കാര്യങ്ങൾക്കും ഈ രീതിയിൽ പണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളും ജനം TV പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിലെ ഉന്നതനായിട്ടുള്ള ധനകാര്യ വകുപ്പിലെ റിസോഴ്സ് വിഭാഗത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള അജിത് പാട്ടീൽ IASന്റെ ഓഫീസ് റൂം നവീകരിക്കുന്നതിന് വേണ്ടിയാണ്, സെക്രട്ടേറിയറ്റിലെ 377 നമ്പർ റൂം നവീകരിക്കുന്നതിന് വേണ്ടിയാണ് ഏതാണ്ട് 10,10,000 രൂപ ഇപ്പോൾ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായി അനുവദിച്ചിരിക്കുന്നത്. 10 ലക്ഷം രൂപയുടെ നവീകരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത നമുക്കില്ല. പക്ഷേ സർക്കാർ തലത്തിൽ തന്നെ പല രീതിയിലുള്ള ഈ പറയുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്ക് അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തി വെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പല പോലീസ് വാഹനങ്ങളുടെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. റോഡിൽ കൂടെ ഓടുന്ന വാഹനത്തിന്റെ പറയുന്ന ഡോറുകളും മറ്റുമൊക്കെ കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന സാഹചര്യവും തുരുമ്പിച്ച് വീഴാറായ മൾഗാടുകളും ഒക്കെയുള്ള വാഹനങ്ങൾ നിരവധി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കുന്ന ഉദ്യോഗസ്ഥർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പോലും അപകടാവസ്ഥയിൽ തുടരുമ്പോഴാണ്, അല്ലെങ്കിൽ അത്തരം സൗകര്യങ്ങൾ പോലും അവർക്കൊരുക്കി കൊടുക്കാത്തപ്പോഴാണ് ധനകാര്യ വകുപ്പിലെ ഉന്നതന്റെ ഓഫീസ് നവീകരണത്തിന് 10 ലക്ഷത്തിലധികം രൂപ സർക്കാർ അധിക ഫണ്ടായി ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അനുവദിച്ചത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. നേരത്തെ ഈ പറയുന്ന PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന്, വിവിധ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ TA അടക്കമുള്ള കാര്യങ്ങൾ അധികമായി നൽകുന്നതിന്, ഡൽഹിയിലെ സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള KV തോമസിന് അധിക യാത്രാബന്ധ അനുവദിക്കുന്നതിന്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സർക്കാർ, അതായത് സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും വേണ്ടി പണം അനുവദിക്കുന്നതിന് സർക്കാരിന് ഒരു സാമ്പത്തിക നിയന്ത്രണവും ബാധകമല്ല. പക്ഷേ അതേസമയം മറ്റ് വകുപ്പുകളിലെ സാധാരണക്കാരുടെ ജീവിതത്തിൽ ദൈനംദിനം ഇടപെടൽ നടത്തുന്ന വകുപ്പുകളിലെ ജീവനക്കാർക്ക് വേണ്ടിയുള്ള, അവർക്ക് പെട്രോളിംഗ് നടത്തുന്നതിനുള്ള വാഹനങ്ങൾ നൽകുന്നതിനും അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ധനകാര്യ വകുപ്പിലെ ഉന്നതന് വേണ്ടി ഇത്രയധികം രൂപ ഓഫീസ് നവീകരണത്തിന് മാത്രമായി ചെലവഴിക്കുന്നത്. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.